നിങ്ങൾക്ക് ഒരു മാനസിക പ്രശ്നം ഉണ്ടെന്നിരിക്കട്ടെ, ഇപ്പം ഇല്ലെങ്കിലും ഒരുപക്ഷെ ഉണ്ടായിക്കൂടുന്നില്ല. അപ്പം നിങ്ങൾ ആരെയാണ് കാണാൻ പോകേണ്ടത്? സൈക്കിയാട്രിസ്റ്റിനെയാണോ സൈക്കോളജിസ്റ്റിനെയാണോ? ഇതിനെപ്പറ്റി ധാരാളം കോൺട്രവേഴ്സികൾ ഇപ്പോൾ നിലവിലുണ്ട്. ഈ സൈക്യാട്രി മരുന്നുകളെല്ലാം കുഴപ്പമാണ്, സൈക്കോളജിസ്റ്റിനെയാണ് കാണേണ്ടതെന്ന് ചിലർ പറയുന്നു. അങ്ങനെയല്ല, ഈ സൈക്കോളജിസ്റ്റിനെ കണ്ടതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, സൈക്യാട്രിസ്റ്റിനെ തന്നെയാണ് കാണേണ്ടതെന്ന് കുറേ പേർ പറയുന്നു. അപ്പോൾ പലരും വലിയ ഒരു കൺഫ്യൂഷനിലാണ്. സൈക്കോളജിസ്റ്റുകൾ തന്നെ പലതരത്തിലുണ്ട്. ഇപ്പോൾ കറസ്പോണ്ടൻസ് വഴി സൈക്കോളജി മാസ്റ്റേഴ്സ് ബിരുദമൊക്കെ എടുത്ത പല ആളുകളും ബോർഡൊക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നു. ഇപ്പോൾ ഈ ഓൺലൈനായിട്ട് സൈക്കോളജിയിൽ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, PhD വരെ എടുക്കാം. ഇപ്പോൾ വളരെ പ്രശസ്തമായ ലണ്ടൻ യൂണിവേഴ്സിറ്റിക്ക് വരെ കറസ്പോണ്ടൻസ് വഴി PhD പ്രോഗ്രാമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളിനെ കാണാം. ഈ അമേരിക്കയിൽ മറ്റും ഈ സൈക്കോളജിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ, ലൈസൻസ് കിട്ടണമെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ സൈക്കോളജിയിൽ PhD ഉണ്ടാകണം. ഇത് ഫുൾ അറ്റൻഡൻസോട് കൂടിയ കോഴ്സുകൾ പാസ്സായി ഉള്ള PhD മാത്രമേ ലൈസൻസിന് കൺസിഡർ ചെയ്യുള്ളൂ. അതായത് കറസ്പോണ്ടൻസ് വഴി ഏത് ഡിഗ്രി എടുത്താലും അവർക്ക് സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറയാം, പക്ഷേ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ലൈസൻസ് വേണം. അതിന് ഫുൾ അറ്റൻഡൻസോട് കൂടിയ കോഴ്സുകൾ പഠിച്ച് പാസ്സായി കിട്ടുന്ന ഡിഗ്രി മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു പാർട്ട് ടൈമായിട്ട് ഈവനിങ് കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കുറേ കോൺട്രാക്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞാൽ ലൈസൻസിന് അത് വാലിഡ് അല്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ലൈസൻസിങ് സിസ്റ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലൈസൻസിങ് സിസ്റ്റം വരുന്നതിനോടൊപ്പം തന്നെ സൈക്കോളജി കോഴ്സുകൾ പ്രൊഫഷണലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് സ്കൂൾ പാസ്സായി കഴിഞ്ഞാൽ ഈ പ്രീ ഡിഗ്രി എന്നുള്ള സമ്പ്രദായത്തിൻ്റെ ആവശ്യമില്ല. ഈ സ്കൂൾ ഫൈനൽ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങളൊരു സൈക്കോളജി കോഴ്സിന് ജോയിൻ ചെയ്യണം. അത് 8-10 വർഷം കൊണ്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് PhD വരെ പോകാം. അപ്പം നിങ്ങൾ സൈക്കോളജിക്ക് പറ്റിയ ആളല്ലെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളെ ഗ്രാജുവേറ്റ് ലെവലിൽ വെച്ച് ഒരു ഗ്രാജുവേറ്റ് ഡിഗ്രി തന്ന് നിങ്ങളെ പറഞ്ഞു വിടും. നിങ്ങൾക്ക് ഈ മാസ്റ്റേഴ്സ് ലെവല് ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ലെവൽ വരെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യം അറിയാമായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് മാനസിക സ്റ്റെബിലിറ്റി കുറവാണെങ്കിൽ നിങ്ങളെ ഒരു മാസ്റ്റേഴ്സ് ബിരുദം തന്നെ പറഞ്ഞു വിടും. അപ്പം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് PhD പ്രോഗ്രാമിന് അഡ്മിഷൻ കിട്ടുള്ളൂ. ഇപ്പോൾ PhD കൂടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യണം. അത് ഈ ലൈസൻസ് ഉള്ള ആരുടെയെങ്കിലും കൂടെ 3 മാസമോ 6 മാസമോ ഒരു സ്റ്റിപ്പുലേറ്റഡ് പീരീഡ് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് കൂടെ കിട്ടിക്കഴിഞ്ഞെങ്കിലേ നിങ്ങൾക്ക് സൈക്കോളജിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ലൈസൻസ് കിട്ടുള്ളൂ. പിന്നെ ഈ സൈക്കോളജിസ്റ്റ് എന്നുള്ള പേരിലാണ് അമേരിക്കയിലൊക്കെ ലൈസൻസ്. അപ്പോൾ നിങ്ങൾ ഒരു സൈക്യാട്രി ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയും. നിങ്ങളൊരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സ്കൂൾ സൈക്കോളജിസ്റ്റ് ആകും. നിങ്ങളൊരു ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇൻഡസ്ട്രിയൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളൊരു സ്കൂൾ സൈക്കോളജിസ്റ്റ് ആകണമെങ്കിൽ, അല്ലെങ്കിൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആകണമെങ്കിൽ
നിങ്ങൾ ആദ്യം മുതൽ തന്നെ കൗൺസിലിംഗ് സൈക്കോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നിങ്ങളൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യത്തെ ലെവലിൽ തൊട്ട് നിങ്ങൾ ക്ലിനിക്കൽ സൈക്കോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അപ്പോഴേ നിങ്ങൾക്ക് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ റോള് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു സൈക്കോളജിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങളൊരു റെഗുലർ കോഴ്സിൽ ചേർന്ന് പഠിക്കണം. അതാണ് കോഴ്സ് വിത്ത് ഫുൾ അറ്റൻഡൻസ് എന്ന് പറയുന്നത്. മിക്കവാറും അങ്ങനെയുള്ളവർക്ക് മാത്രമേ പ്രാക്ടീസിങ് ലൈസൻസ് കിട്ടാൻ സാധ്യതയുള്ളൂ. പിന്നെ ഒരു സൈക്കോളജിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഉണ്ടാക്കാൻ വേണ്ടി സൈക്കോളജിക്കാരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ RCI ഉണ്ട്. അതുകൂടാതെ ഇപ്പോൾ അലൈഡ് ആൻഡ് മെൻ്റൽ ഹെൽത്ത് ആക്ട് വന്നു കഴിഞ്ഞു. അതിൻ്റെ ഒരു RCI പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകും. പക്ഷേ ഇതിനെല്ലാം ഉപരിയായിട്ട് ഒരു സൈക്കോളജിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ വേണമെന്നുള്ള ഒരു ആശയം സൈക്കോളജിക്കാർ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് പല രാജ്യങ്ങളിലും ഇങ്ങനെ ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ് എല്ലാ സൈക്കോളജിസ്റ്റുകളുടെയും പ്രൊഫഷണൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോഴേ ഇത് സൈക്കോളജിക്കാരുടെ ലൈസൻസിങ് സിസ്റ്റം പൂർണ്ണമാവുള്ളൂ. സൈക്കോളജി വളരെ വേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഫഷനാണ്. അപ്പോൾ അതിന് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ലൈസൻസിങ് സിസ്റ്റം കൂടിയേ തീരുള്ളൂ. പിന്നെ പല ആളുകളും തെറ്റിദ്ധരിക്കുന്നത് ഈ സൈക്കോളജിസ്റ്റുകളുടെ അടുത്ത് പോയാൽ മരുന്ന് കിട്ടുമെന്നാണ്. ഈ സൈക്കോളജിസ്റ്റുകൾക്ക് മരുന്ന് കൊടുക്കാനുള്ള റൈറ്റ് ഇല്ല. അത് സൈക്യാട്രിസ്റ്റിന് മാത്രമേ ഉള്ളൂ. ഈ സൈക്യാട്രി എന്ന് പറയുന്നത് മെഡിക്കൽ സയൻസിൻ്റെ ഒരു വിഭാഗമാണ്. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള MBBS ഡിഗ്രി, അത് കഴിഞ്ഞ് സൈക്യാട്രിയിൽ MD എടുക്കുക, അങ്ങനെയുള്ളവരെയാണ് സൈക്യാട്രിസ്റ്റ് എന്ന് പറയും. അവർക്ക് ഫിസിക്കൽ മെത്തേഡ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അത് സൈക്യാട്രിക് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുക മാത്രമല്ല, ECT, ഇൻസുലിൻ, ഷോക്ക് തെറപ്പി ഇങ്ങനെയുള്ളതെല്ലാം സൈക്യാട്രിക്കകത്ത് വരുന്നതാണ്. അപ്പോൾ ഈ സൈക്യാട്രി മരുന്നുകളെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഈ തെറ്റിദ്ധാരണകൾക്ക് ഒരു പ്രധാന കാരണം ചില സൈക്യാട്രിസ്റ്റുകൾ ഈ വൈഡ് സ്പെക്ട്രം തെറപ്പി പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഈ വൈഡ് സ്പെക്ട്രം ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കുറേ അധികം ഡ്രഗ്സ് അങ്ങ് പ്രിസ്ക്രൈബ് ചെയ്യും. ഏതെങ്കിലും ഒന്ന് വർക്ക് ചെയ്തോട്ടെ എന്നും പറഞ്ഞ് 5, 8 ഒക്കെ ഡ്രഗ്സ് ഒരേ സമയത്ത് എഴുതി കൊടുക്കുന്ന ആളുകളുണ്ട്. കാരണം ഈ മാനസിക പ്രശ്നങ്ങൾ വളരെ ഇൻഡിവിജ്വലൈസ്ഡാണ്. അതിന് ഈ ബൈപ്പോളർ, സ്കിസോഫ്രേനിയ, പാരനോയ ഇങ്ങനെ പല ഓമന പേരുകളൊക്കെ പറയുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ ഓരോ കേസും യുണീക്കാണ്. അപ്പോൾ ഏത് ഡ്രഗാണ് ഒരാൾ വർക്ക് ചെയ്യുന്നതെന്ന് എളുപ്പം കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ ഈ വൈഡ് സ്പെക്ട്രം തെറപ്പിക്കെതിരെ ഉള്ള മറ്റൊരു തെറപ്പി ആദ്യം ഏതെങ്കിലും ഒരു ഡ്രഗ് കൊടുത്ത് നോക്കും. അത് മിനിമം ഡോസാണ് കൊടുത്ത് നോക്കുന്നത്. അതിന് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ ഡോസ് കൂട്ടി നോക്കും. റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നിർത്തും. പിന്നെ സിംറ്റം മാറിക്കഴിഞ്ഞാൽ ഇത് പതുക്കെ വിഡ്രോ ചെയ്ത് നിർത്തുകയും ചെയ്യും. അങ്ങനെയാണ് വാസ്തവത്തിൽ ചെയ്യേണ്ടത്. പക്ഷേ ഇത് വരുന്ന ആൾക്ക് പെട്ടെന്ന് റെസ്പോൺസ് വേണം. അപ്പോഴാണ് ഈ സൈക്യാട്രിസ്റ്റുകൾ വൈഡ് സ്പെക്ട്രം ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത്. ഇതിൻ്റെ കുഴപ്പം ഈ എല്ലാ ഡ്രഗുകൾക്കും ആഫ്റ്റർ എഫക്ട്സ് ഉണ്ട്, സൈഡ് എഫക്ട്സ് ഉണ്ട്. ഈ ആഫ്റ്റർ എഫക്റ്റും സൈഡ് എഫക്റ്റും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. നിങ്ങളൊരു ഡ്രഗിൻ്റെ പേര് ഇൻ്റർനെറ്റിൽ അടിച്ചിട്ട് സൈഡ് എഫക്ട്സ് ആൻഡ് ആഫ്റ്റർ എഫക്ട്സ് എന്ന് കൂടെ ടൈപ്പ് ചെയ്തിട്ട് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ സൈഡ് ഇഫക്റ്റ് എന്താണ്, ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നൊക്കെ അറിയാം. ഈ നമ്മൾ കഴിക്കുന്ന എല്ലാം കെമിക്കൽസാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരം എല്ലാം കെമിക്കൽസാണ്. അതെല്ലാം ഓവർ ഡോസ് ആയാൽ കുഴപ്പം തന്നെയാണ്.
ഉദാഹരണമായിട്ട് നമ്മളെല്ലാവരും കാപ്പി കുടിക്കും. ഈ കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ, ഒരു കപ്പ് കോഫിയിൽ ഏതാണ്ട് 300 മില്ലിഗ്രാം കഫൈൻ അടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമുക്കൊരു ഉത്തേജനം തരുന്നത്. പക്ഷെ 10 ഗ്രാം കോഫി ഒരുമിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ചത്തുപോകും. അത് ലീതൽ ഡോസാണ്. അപ്പോൾ എല്ലാ കെമിക്കൽസിനും ഓവറായാൽ വളരെ ഗുരുതരമായ ദൂഷ്യഫലങ്ങൾ ഉണ്ടാകും. ഈ സൈക്കാട്രിക് ഡ്രഗ്സ് എല്ലാം നമ്മുടെ തലച്ചോറിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുക എന്നതാണ് പ്രധാന ഒരു പരിപാടി. അപ്പോൾ നോർമലായിട്ട് നടക്കുന്ന ഒരു രാസപ്രവർത്തനത്തെ ഇത് ബ്ലോക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇത് നോർമലായിട്ടുള്ള ഒരു ഫങ്ഷനെ ഇത് തടയുന്നുണ്ടെങ്കിൽ വേറെ പല സൈഡ് എഫക്ട്സും ഇതിനുണ്ടാകും. എന്ന് വിചാരിച്ച് സൈക്കാട്രിക് ഡ്രഗ്സ് ഒരിക്കലും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഈ പണ്ട് ഈ വയലൻ്റായിട്ടുള്ള അക്രമാസക്തി കാണിക്കുന്ന മാനസിക രോഗികളെ കൂട്ടിയിടുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. വീടുകളിലൊക്കെ ചങ്ങലേക്ക് ഇടുമായിരുന്നു, അല്ലെങ്കിൽ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സെല്ലിനകത്ത് അടച്ചിടുമായിരുന്നു. ഇപ്പം അതിന് പകരമാണ് ഡ്രഗ് കൊടുത്ത് ഇടുന്നത് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് ഈ സെല്ലിൽ അടച്ചിടുന്നതിനേക്കാൾ അല്ലെ ചങ്ങലയിൽ കൂട്ടിയിടുന്നതിനേക്കാൾ തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. പക്ഷേ ഇതിന് കുഴപ്പം സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ ദീർഘകാലം ഈ ഡ്രഗ്സ് കഴിക്കേണ്ടി വരിക, പിന്നെ ഒരുപാട് ഡ്രഗ്സ് ഒരുമിച്ച് കഴിക്കുക. അപ്പോൾ ഈ പല ഡ്രഗ്സ് ഒരുമിച്ച് കഴിക്കുമ്പോൾ ഇതെല്ലാം കൂടെ തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്തുണ്ടാകുന്ന എഫക്റ്റ് എന്താണെന്ന് ഒരു ഡ്രഗ് കമ്പനിയും സാധാരണഗതിയിൽ പഠിക്കാറില്ല. അവർ ഒരു ഡ്രഗിൻ്റെ ഡ്രഗ് ട്രയൽ മാത്രമേ സാധാരണ ഒരു സമയത്ത് ചെയ്യുള്ളൂ. അപ്പോൾ 5-8 മരുന്ന് ഒരുമിച്ച് കഴിക്കുമ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് എന്തൊക്കെ കുഴപ്പമാണ് ഉണ്ടാക്കുന്നതെന്ന് ഡ്രഗ് കമ്പനിക്കാർക്ക് പോലും അറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് ഇന്നത്തെ ഒരു ചുറ്റുപാടിൽ നമുക്ക് ഈ സൈക്യാട്രിക് ഡ്രഗ്സ് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു അക്രമാസക്തിയുള്ള ഒരാൾ അല്ലെങ്കിൽ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഡ്രഗ്സിനെ തന്നെ ആശ്രയിക്കേണ്ടി വരും. പിന്നെ ഡ്രഗ്സ് കഴിക്കുന്നതുകൊണ്ട് പല കുഴപ്പങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ ടോളറൻസ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഡ്രഗ് ആദ്യം കഴിക്കുമ്പോൾ ആശ്വാസം തോന്നിയാലും ഡോസ് കൂട്ടേണ്ടി വരും. അങ്ങനെ ഡോസ് കൂട്ടി വളരെ ഒരു ഹാംഫുള്ളായിട്ടുള്ള ഒരു ലെവൽ വരെ ചിലപ്പോൾ കൂട്ടേണ്ടി വരും. പിന്നെ ചിലപ്പോൾ ഡിപ്പെൻഡൻസ് ഡെവലപ്പ് ചെയ്യും, അഡിക്ഷൻ. ചില ഡ്രഗ്സ് കഴിച്ചാൽ പിന്നെ അത് ഇല്ലാതെ പറ്റില്ല എന്ന് തോന്നിയെന്ന് വരും. പിന്നെ ചില ഡ്രഗ്സിന് റീബൗണ്ട് എഫക്റ്റ് ഉണ്ട്. ഉദാഹരണമായിട്ട് ഡിപ്രഷന്, കലശലായ ഡിപ്രഷനാണ്. അപ്പോൾ സൈക്കോ തെറപ്പിയോ കൗൺസിലിങ്ങോ ഒന്നും ഏക്കത്തില്ല. അപ്പോൾ ആൻറ്റി ഡിപ്രസൻസ് കഴിക്കേണ്ടി വരും. അങ്ങനെ ആൻറ്റി ഡിപ്രസൻസ് കഴിക്കുമ്പോൾ തൽക്കാലം ആശ്വാസം കിട്ടും. പക്ഷേ എപ്പോഴെങ്കിലും ഡോസ് കുറയ്ക്കുകയോ ഇത് നിർത്തുകയോ ചെയ്താൽ അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് കൂടുതലായിട്ടുള്ള ഡിപ്രഷൻ വന്നെന്ന് വരും. ഇതിനാണ് റീബൗണ്ട് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സൈക്യാട്രിക് ഡ്രഗ്സ് ചെയ്യുന്നത് നമ്മളുടെ ആ എമോഷണൽ റിയാക്ഷൻ, വൈകാരിക തീവ്രതയുടെ തോത് കുറയ്ക്കുക, ഇൻറ്റൻസിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. പക്ഷെ അടിസ്ഥാനപരമായ പ്രശ്നം അവിടെ തന്നെ ഉണ്ട്. പിന്നെ പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ ഈ സിംറ്റംസ് എപ്പോഴും ഒരുപോലെ ഇരിക്കുകയല്ല. ഒരു ട്രീറ്റ്മെൻറ്റും എടുത്തില്ലെങ്കിലും ഇത് കൂടിയും കുറഞ്ഞു വരും. ഇപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ ഡിപ്രഷൻ കാലം കൊണ്ട് മാറിയെന്ന് വരാം. ഇപ്പോൾ സ്കിസോഫ്രേനിക്ക് എന്ന് ലേബൽ ചെയ്യുന്ന ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് നോർമാലിറ്റി വന്നെന്ന് വരാം. അപ്പോൾ ഈ സൈക്യാട്രിക് ഡ്രഗ്സ് കഴിക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഒരു വൈകാരിക തീവ്രത കുറഞ്ഞ്
ഒരു മാനേജബിൾ കണ്ടീഷനിലേക്ക് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മാനേജബിൾ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അയാളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ പൂർണ്ണമായ പ്രശ്നപരിഹാരം നടക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ സെറ്റപ്പിൽ സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റ് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ്. ഈ പല മനഃശാസ്ത്രജ്ഞന്മാരും പറഞ്ഞിട്ടുണ്ട്, ഈ വളരെ നാച്ചുറലായിട്ടുള്ള രീതിയിൽ ഈ മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താം. ഉദാഹരണമായിട്ട് കാൾ റോജേഴ്സ് തുടങ്ങിയ പല മനഃശാസ്ത്രജ്ഞന്മാരും അവകാശപ്പെടുന്നത് ഇപ്പോൾ ഈ ഗ്രൂപ്പായിട്ടുള്ള പരിപാടികൾ, മറ്റ് ആക്ടിവിറ്റീസ്, കൗൺസിലിംഗ് മാത്രമല്ല, ഇവയെല്ലാം കൊണ്ട് ഒരതിർത്തി വരെ നമുക്ക് സൈക്യാട്രിക് ഡ്രഗ്സ് ഇല്ലാതെ ഒരു വ്യക്തിയെ നോർമൽസിയിലേക്ക് കൊണ്ടുവരാം. പക്ഷെ അത് ഇന്നും ഒരു തിയററ്റിക്കൽ ലെവലിൽ നിൽക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഭാവിയിൽ ഒരുപക്ഷെ ഈ മാനസികമായിട്ടുള്ള രീതികൾ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്ന കാലത്ത് സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കഴിഞ്ഞെന്ന് വരാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ സൈക്യാട്രിക് ഡ്രഗ്സ് കൂടിയേ തീരും. പക്ഷെ അതൊരു എമർജൻസി മെഷറായിട്ട് കരുതുന്നതാണ് നല്ലത്. ചില കണ്ടീഷനിൽ സൈക്യാട്രിക് ഡ്രഗ്സ് ഇല്ലാതെ ഇപ്പോഴത്തെ സെറ്റപ്പിൽ നമുക്ക് ഈ രോഗികളെ അല്ലെങ്കിൽ വ്യക്തികളെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് കൂടുതൽ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ കഴിയുന്നതും നാച്ചുറലായിട്ടുള്ള മെത്തേഡ്സിനാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. കാരണം ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള ടെക്നിക്ക് അത് സൈക്യാട്രിക് ട്രീറ്റ്മെൻ്റ് ആയാലും ശരി, മറ്റെന്തെങ്കിലും മാനസികമായിട്ടുള്ള രീതിയായാലും ശരി, ഈ കൃത്രിമമായിട്ടുള്ള മെത്തേഡ്സിനൊക്കെ അതിൻ്റേതായിട്ടുള്ള സൈഡ് ഇഫക്റ്റ് കാണും. കഴിയുന്നതും നാച്ചുറലായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ ഒരാളെ നോർമലൈസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് തന്നെയാണ് മെച്ചപ്പെട്ട രീതി.